Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ മൊട്ട കമാൻഡറിന്റെ ചോദ്യത്തിന് മുൻപിൽ പതറിപ്പോവാതെ ഇപ്പോ ഉറപ്പ് കൊടുക്കും. അതെ, എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഉറപ്പായിട്ടും ആ ടൈറ്റൻസിനെ തോൽപ്പിക്കാനായി എന്നെ കൊണ്ട് കഴിയും പോലെ ആയിട്ട് പോരാടും. മാത്രമല്ല, ആ വലിയ പാറ അത് ചുമന്ന് ഞാൻ ആ ഗേറ്റ് അത് ഞാൻ ക്ലോസ് ചെയ്യും. കേൾക്കേണ്ട താമസം മൊട്ട കമാൻഡർ ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ ഇപ്പോ ആ വലിയ മതിലിന് മുകളിലേക്ക് പോകും. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് പറയും, ഗായ്സ്, നമ്മുടെ പ്ലാൻ അത് ആരംഭിക്കാൻ പോവാണ്. മുടി നറുമിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. പ്രത്യേകിച്ച് യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ പ്ലാനിങ്ങും ഇല്ലാതെ വളരെ പെട്ടെന്ന് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക ശരിക്കും ഒരു മണ്ടത്തരം അല്ലേന്ന് ഒരു സെക്കൻഡ് അവൻ ചിന്തിക്കും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ മഞ്ഞമുടി നർമിനോട് പറയും, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അദ്ദേഹം എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം അതെടുത്തിട്ടുണ്ടാവുക. എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കും അറിയില്ല എന്ന് പറയും. ഇവിടെ ആ കമാൻഡർ ആണെങ്കിൽ ബാക്കിയുള്ള കോപ്സിനും ആ വലിയ ഗേറ്റ് അത് ക്ലോസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കും. അത് കേട്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. ഓ നോ, കമാൻഡർ, അദ്ദേഹം എന്താണ് ഈ പറയുന്നത്? നമ്മളെ കൊണ്ട് എങ്ങനെ അത് ചെയ്യാനായിട്ട് സാധിക്കും? അത്രയും വലിയ ഗേറ്റ് അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതിന് ഒരുപാട് കാലതാമസം പിടിക്കും. ഇപ്പൊ നമുക്ക് ആവശ്യം നല്ലൊരു ഡിഫൻസീവ് സിസ്റ്റം അത് ക്രിയേറ്റ് ചെയ്ത് ആ ടൈറ്റൻസിനെ തുരത്തുക എന്നതല്ലേ. മരണത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. വീണ്ടും ആ നരകത്തിലേക്ക് പോയി മരണം ഏറ്റുവാങ്ങാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കും. അത് കേട്ട് മറ്റൊരു ഓഫീസറാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. മനുഷ്യകുലത്തിന് തന്നെ അപമാനമായ രീതിയിലാണ് നീ ഇപ്പൊ സംസാരിച്ചത്. ഒരു കാരണവശാലും നീ അപ്രകാരം പറയാനായിട്ട് പാടില്ലായിരുന്നു. നമ്മൾ വീരുക്കളെ പോലെ തിരിഞ്ഞോടാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞതും പ്രവർത്തിച്ചതും വലിയൊരു ദ്രോഹപ്രവൃത്തിയാണ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിന്റെ കഴുത്ത് അത് വെട്ടിയെറിഞ്ഞ് താഴെയിടാം. പക്ഷേ ഞാനിപ്പോ അത് ചെയ്യുന്നില്ല. ആ സോൾജിയർ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് മറുപടി പറയും, നീ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല. ടൈറ്റൻസിന്റെ കയ്യിൽപ്പെട്ട് മരിക്കുന്നതിലും എത്രയോ ഭേദമാണ് നിന്റെ ഈ വാളിന് ഇരയാവുന്നത്. അപ്പൊ ദൂരത്തായിട്ട് ജിന്ന് അവനറിയാം മനസ്സില്ലാ മനസ്സോടുകൂടെയാണ് പല കോപ്സും ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. ഇതിനെല്ലാം ശേഷം ഞാൻ എവിടേക്ക് പോകുന്നു അവൻ ഒരു നിമിഷം ആലോചിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മൊട്ട കമാൻഡർ ആളാണെങ്കിൽ ഹീറോയോട് പറയും, ആക്ച്വലി ഈ ടൈറ്റൻസ് ഒക്കെ വരുന്നതിന് മുൻപ് മനുഷ്യന്മാര് സ്വത്തിനും പണത്തിനും ത്തിനും വംശത്തിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ചിരുന്നു. ഇപ്പോ അവർക്ക് പരസ്പരം തമ്മിലടിക്കേണ്ട, മറിച്ച് ഈ ടൈറ്റൻസുമായിട്ട് ഫൈറ്റ് ചെയ്താൽ മതി. സത്യത്തിൽ മനുഷ്യർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിനക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് കേട്ട് ഹീറോ ആണെങ്കിൽ കാര്യമായിട്ടും ചിന്തിക്കും, സത്യത്തിൽ ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് കേട്ട് കമാൻഡർ ചിരിക്കും, നീയും എന്നെ പോലെ തന്നെയാണ്. എനിക്കും പ്രത്യേകിച്ച് ഒന്നിനോടും വ്യക്തമായ അഭിപ്രായം ഒന്നും തന്നെ ഇല്ല. സത്യത്തിൽ പൊതുശത്രുവിനു വേണ്ടി മനുഷ്യർ ഒന്നാവുമ്പോഴും അവർ പരസ്പരം കലഹിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് കമാൻഡർ ആണെങ്കിൽ അവന് കുടിക്കാനായിട്ട് എന്തോ ഒന്ന് കൊടുക്കും. ഹീറോ അത് കുടിച്ചു നോക്കും. അവൻ അതിന്റെ രുചി ഇഷ്ടപ്പെടാതെ അവനത് വലിച്ചെറിയാണ്. അടുത്ത നിമിഷം കമാൻഡർ വിളിച്ചു പറയും, എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ട്രസ്റ്റ് നഗരം അത് തിരികെ പിടിക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് തകർന്നു പോയ നഗര കവാടം അതെങ്ങനെയെങ്കിലും പഴയ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുക. അതല്ല എങ്കിൽ ടൈറ്റൻസ് അകത്തേക്ക് കയറാത്ത വിധം അത് അടയ്ക്കുക. ആ ഒരു വലിയ ഗേറ്റ് അടയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കാൻ എറിനെ കൊണ്ട് കഴിയും. എറിൻ ഒരു ടൈറ്റൻ എക്സ്പെരിമെന്റൽ പേഴ്സണാണ്. ആക്ച്വലി എറിന് അവന്റെ ഇഷ്ടപ്രകാരം ഒരു ടൈറ്റനായി മാറാനായിട്ട് കഴിയും. സോ അതുകൊണ്ട് തന്നെ അവന്റെ ഈ ഒരു വലിയ കഴിവ് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഗേറ്റ് അടയ്ക്കാനും ബാക്കിയുള്ള ടൈറ്റൻസുമായിട്ട് പോരാടാനും സാധിക്കും. നമ്മളുടെ ലിമിറ്റേഷൻസ് അതെന്താണെന്ന് മനസ്സിലാക്കി ഇത്തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവറ്റകളെ തോൽപ്പിക്കാം. ഉടനെ അവിടെ ഉണ്ടായിരുന്ന സർവേ കോപ്പ് സോൾജിയേഴ്സ് അവരാണെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. കോണിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സത്യത്തിൽ എനിക്ക് ഭ്രാന്തായതാണോ അതോ ഇദ്ദേഹത്തിന് ഭ്രാന്തായതാണോ എന്ന് ചിന്തിച്ചു നിൽക്കും. ആ സമയം ഇവിടെ മഞ്ഞമുടിയൻ ആർമിൻ ആണെങ്കിൽ പ്ലാൻ വളരെ വിശദമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ആക്ച്വലി ആ ടൈറ്റൻസ് അവറ്റകൾ ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ിന്റെ ഒരു ഭാഗത്തേക്ക് കൂട്ടമായിട്ട് നിന്ന് അവറ്റകളെ അവിടേക്ക് ആകർഷിക്കണം. ആ സമയത്ത് എർവിൻ അവൻ ആ വലിയ കല്ല് അതെടുത്തുകൊണ്ട് ചെന്ന് ആ ഒരു നഗര കവാടം അത് ക്ലോസ് ചെയ്യും. ബാക്കിയുള്ള ടൈറ്റൻസ് ഒരു കാരണവശാലും ഹീറോ എർവിനെ ഡിസ്ട്രാക്ട് ചെയ്യാനോ ഡിസ്റ്റർബ് ചെയ്യാനോ പാടില്ല. അവനത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവനുള്ള സേഫ്റ്റി കൊടുക്കുക എന്നതാണ് സർവേ കോപ്സ് ആയ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. ഇതിന്റെ അകത്ത് കുടുങ്ങിപ്പോകുന്ന ടൈറ്റൻസിനെ നമുക്ക് പീരങ്കികൾ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയാനായിട്ട് കഴിയും. മറ്റൊരു ഭാഗത്ത് എലൈറ്റ് സൈനികരാണെങ്കിൽ പുറത്തുള്ള ബാക്കിയുള്ള ടൈറ്റൻസിനെ നശിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഹീറോ എർവിന് അവന് പ്രൊട്ടക്ഷനും കൊടുക്കണം. പ്ലാനുകളെല്ലാം കേട്ടതിന് ശേഷം മറ്റൊരു ഓഫീസറാണെങ്കിൽ മഞ്ഞമുടിയനോട് പറയും, സത്യത്തിൽ അവനെ കൊണ്ട് ആ ഒരു വലിയ പാറ ഗേറ്റിന് മുൻപിൽ കൊണ്ടുവന്ന് വെക്കാൻ കഴിയും എന്നൊരു നിഗമനത്തിന്റെ പേരിലല്ലേ നമ്മൾ ഈ പ്ലാനുകളൊക്കെ ചെയ്യുന്നത്. കാര്യം ഞാൻ തുറന്നു പറയാം, ഒട്ടും തന്നെ നടക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ
കമാൻഡർ മൊട്ട അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാതിരിക്കാനും കഴിയുന്നില്ല. ഇവിടെ ഒരുപാട് സോൾജിയേഴ്സ് ആണെങ്കിൽ ആ ഒരു മിഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ ഭയം ഉള്ളതുകൊണ്ട് തന്നെ പിന്മാറാനായിട്ട് ശ്രമിക്കും. അത് മനസ്സിലാക്കിയ നമ്മുടെ മൊട്ട കമാൻഡർ ആളാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഭയമുണ്ടെന്ന് എനിക്കറിയാം. ടൈറ്റൻസിനെ നേരിടാൻ ഭയമുള്ളവര്, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടൈറ്റൻസ് ആക്രമിക്കുന്നത് കണ്ട് ഭയം തോന്നിയവര്, അങ്ങനെയുള്ളവർക്കെല്ലാം ഈ മിഷനിൽ നിന്ന് പിന്മാറി നിൽക്കാം. അതിന്റെ പേരിൽ ആരെയും തന്നെ ഇവിടെയുള്ള ആരും പണിഷ് ചെയ്യില്ല. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ട് ചിലരാണെങ്കിൽ ഇപ്പോ പിന്മാറാനായിട്ട് ശ്രമിക്കും. അത് കണ്ട് കമാൻഡർ വീണ്ടും പറയും, ഫ്യൂച്ചറിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കോ അവരുടെ ജീവൻ ടൈറ്റൻ മൂലം നഷ്ടമായേക്കാം. അത് കേട്ട് ഒരു സെക്കൻഡ് അവർ ഷോക്ക് ആവുകയാണ്. കമാൻഡർ ആണെങ്കിൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യും. 4 വർഷങ്ങൾക്ക് മുൻപ് വാൾമറിയെ തിരികെ പിടിക്കാൻ പോയ ആ ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരുപാട് പേരുടെ ജീവൻ കുരുതി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളവര് ജീവിച്ചിരിക്കുന്നത്. എനിക്ക് പോലും അതിൽ കുറ്റബോധമുണ്ട്. അന്ന് വാൾമറിയയിൽ ജനസംഖ്യ ഒരുപാട് കൂടുതലായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇമ്പാക്റ്റ് അത് വലിയ രീതിയിൽ ഇന്നും നിലനിൽക്കാത്തത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതങ്ങനെയല്ല. നമ്മൾ ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാക്കി എല്ലാവരും ഒരുപോലെ ഈ മിഷനിൽ പങ്കെടുത്താൽ മാത്രമേ നമ്മുടെ എല്ലാവരുടെയും പൊതു ശത്രുവായിട്ടുള്ള ആ ടൈറ്റനെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ടാവൂ. ആൾട്രോസ് അത് തകർന്നു കഴിഞ്ഞാൽ മനുഷ്യവംശത്തിലെ 1% പേർക്ക് കഴിക്കാനുള്ള ഫുഡ് പോലും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ സ്കേഴ്സിറ്റിയും പട്ടിണിയും മരണങ്ങളും സംഭവിക്കും. മനുഷ്യവർഗത്തിന്റെ ഈ ശാപത്തിന്റെ കാരണക്കാർ അത് ടൈറ്റൻസ് അല്ല, മനുഷ്യർ തന്നെയാണ്. നമ്മളെപ്പോഴും ഭീതിയോടുകൂടെ പുറകോട്ടേക്ക് പോകുന്നു. ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനിക്കുക, ഈ മതിലിനുള്ളിൽ കിടന്ന് അതോ പോരാടി നമ്മുടെ അവകാശങ്ങൾ അത് നേടിയെടുക്കണോ? സോ തീരുമാനം അത് നിങ്ങളുടേതാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അവനെക്കുറിച്ച് ആലോചിക്കും. എന്നെക്കൊണ്ട് ഒരു പരിധിവരെ ടൈറ്റൻ ആവാൻ കഴിയും, പക്ഷേ വലിയ കല്ല് അത് ചുമന്നുകൊണ്ട് ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്റെ ദൗത്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവൻ ചിന്തിക്കും. അതായിരിക്കും മറ്റൊരു കാര്യം ഇപ്പൊ വെളിവാക്കപ്പെടുക. അതായത് 3D മാനുവൽ ഗിയർ ഉപയോഗിക്കുന്ന ആൾക്ക് അവരുടെ ശരീരഭാരം അത് കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ശരീരം മുഴുവനുള്ള ആ ബെൽറ്റുകൾ അത് കൃത്യമായിട്ട് അതിനെ സഹായിക്കും. മാത്രമല്ല അവരുടെ വെപ്പൻസിന്റെ ഭാരം അത് കുറവായതുകൊണ്ട് അവരെ കൊണ്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. കട്ട് ചെയ്ത ഇവിടെ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കോപ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കമാൻഡർ ആണെങ്കിൽ ഹീറോയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് ഓഫീസേഴ്സിനെ തെരഞ്ഞെടുക്കുകയാണ്. അതിലൊരു ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ കമാൻഡറിനോട് പറയും, സത്യത്തിൽ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എർവിനെയാണ്. സോ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പിഴവ് സംഭവിച്ചാൽ ഒരുപാട് സോൾജിയേഴ്സിനെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അത് കേട്ട് കമാൻഡർ ആണെങ്കിൽ അവനോട് ചോദിക്കും, നീ ഇപ്പോഴേ ടൈറ്റനോട് തോക്കാൻ തയ്യാറായി കഴിഞ്ഞോ? അതിനവൻ പറയും, എനിക്ക് തോക്കാൻ താല്പര്യമില്ല, ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കമാൻഡർ ആണെങ്കിൽ അത് കേട്ട് ചിരിച്ച്, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ തോറ്റിട്ട് മാത്രമേ ഉള്ളൂ, ഇത് ജയിക്കാനുള്ള എൻ്റെ ഒരു ശ്രമം മാത്രമാണെന്ന് പറയും. നിങ്ങളെല്ലാവരും എലൈറ്റിക് സർവേ കോപ്സ് ആണ്. മനുഷ്യരാശിയുടെ ഭാവി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത നമ്മുടെ ഹീറോ എർവിൻ, അവനാണ് ഇപ്പൊ നമ്മുടെ ഏക പ്രതീക്ഷ. കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, നിങ്ങളും തയ്യാറാവാൻ പാടില്ല. പ്രതീക്ഷ മുഴുവൻ അവനിൽ അർപ്പിച്ച് ഈ ഒരു മിഷൻ നിങ്ങൾ ഏറ്റെടുക്കണം. അതിനവരും സമ്മതം അറിയിക്കും. കമാൻഡർ ആണെങ്കിൽ ജെന്നിനെ സകല റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുപ്പിക്കുകയാണ്. നിന്നെ കൊണ്ടത് കഴിയും, ഏറ്റവും ചീപ്പായ സാധനങ്ങളിൽ നിന്ന് വാല്യുബിൾ ആയത് കണ്ടെത്താൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് അർമിനാണെങ്കിൽ, സോറി, ഇപ്പൊ എല്ലാ പ്ലാനും ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണെന്ന് പറയും. ഹീറോ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും, നിനക്ക് ആ കഴിവുണ്ട്, അതുകൊണ്ട് നീ തന്നെ ഇത് ചെയ്യണം. അതിനുശേഷം ഹീറോ അവളോട് പറയും, നീ ഒരു കാരണവശാലും കൂടെ വരണമെന്ന് വാശി പിടിക്കാനായിട്ട് പാടില്ല. അവനാണെങ്കിൽ തല താഴ്ത്തും. അതിന് ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ മകനോ ഹസ്ബൻഡോ ഒന്നുമല്ല, അതുകൊണ്ട് നീ ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാക്കുക. ഉടനെ ഒരു ഓഫീസർ അവിടേക്ക് വന്ന് ഇപ്പോ ചുന്ദരി പെണ്ണിനോടും അർമിനോടും പറയും, നിങ്ങൾ രണ്ടുപേരുമാണ് ദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണെന്ന് പറയും. ഉടനെ അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് ഓടുമ്പോൾ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ ഹീറോയെ നോക്കി, ഒരു കാരണവശാലും നിന്നെ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞ് കടന്നുപോകും. മറ്റൊരു കമാൻഡർ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ഹീറോയെ കുറ്റപ്പെടുത്തുകയാണ്. ഇതുപോലൊരു പീറച്ചക്കനെ വിശ്വസിച്ചത്, വലിയൊരു തീരുമാനം എടുത്തത് അത് തികച്ചും മണ്ടത്തരമാണെന്ന് പറയും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അല്പം വിഷമമൊക്കെ തോന്നും. ഇതാ ഇവിടെ ഏഗർ ആണെങ്കിൽ ഹീറോയോട് പറയും, നമ്മൾ ഓൾമോസ്റ്റ് ആ വലിയ പാറയുടെ അടുത്തേക്ക് എത്താനായി കഴിഞ്ഞു. ആ ടൈറ്റൻസ് എല്ലാം ഉള്ളത് മറുപുറത്താണെന്ന് പറഞ്ഞ് ആ ടൈറ്റൻസ് ഉള്ള ഭാഗം കാണിച്ചു കൊടുക്കും. എല്ലാവരും ആ ടൈറ്റൻസിനെ ഡൈവേർട്ട് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട്സും ഇവിടെയുള്ള കോപ്സും അവരെല്ലാവരും ചേർന്നാണ് ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. അവർക്ക് പലർക്കും ഇന്ന് അവരുടെ ജീവൻ നഷ്ടമായേക്കാം. സോ അവരുടെ ജീവന്റെ വിലയാണ് എനിക്ക് തരുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിന്റെ മനസ്സിലുണ്ടാവണം. ഉടനെ എറിനും ജേക്കബും അവരുടെ മിഷൻ അത് ആരംഭിച്ചായിട്ടുള്ള പച്ച സിഗ്നൽ അത് കൊടുക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ആരംഭിക്കും. മൊട്ട കമാൻഡർ ആണെങ്കിൽ എല്ലാവരെയും നോക്കും. വർഷങ്ങളായിട്ട് ടൈറ്റൻസിനെ ഭയന്നു നിൽക്കുന്ന ഈ ജനത അവരുടെ ധൈര്യം കൊണ്ട് ഇപ്പോ ടൈറ്റൻസിനെ തോൽപ്പിക്കാൻ പോവുകയാണ്.
ഇവിടെ നമ്മുടെ ഹീറോ അവന്റെ കയ്യിൽ ആഞ്ഞു കടിച്ച് ആ പാറയുടെ അടുത്തേക്ക് ഒരു ടൈറ്റനായിട്ട് അങ്ങനെ ചാടി വരും. അവന്റെ അലർച്ച കണ്ട സുന്ദരി പെണ്ണാണെങ്കിൽ അവനെ നോക്കും. പക്ഷെ അടുത്ത നിമിഷം അവൻ സൈലന്റായി സുന്ദരി പെണ്ണിനെ അവളെ ടെററായി നോക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.